പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജൂലൈ മാസം 10-ാം തീയതി പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സന്തോഷത്തോടെ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞിട്ട് കരങ്ങളെ ഉയർത്തി സന്തോഷത്തോടെ കർത്താവിനോട് നന്ദി പറഞ്ഞിട്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് സ്വർഗത്തിലെ ദൈവം നമ്മളെ സൂക്ഷിച്ചത്. അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചു, രോഗങ്ങളിൽ നിന്ന് വിടുവിച്ചു. ഞങ്ങളുടെ സകല ആവശ്യങ്ങളിലും കഴിഞ്ഞ പകൽക്കാലം ദൈവത്തിൻ്റെ കൃപയുണ്ടായിരുന്നു. ആമേൻ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രി നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ പ്രഭാതത്തിൽ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് കരമുയർത്തി പറഞ്ഞാട്ടെ. കർത്താവെ നന്ദിയോടെ സ്തോത്രം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, കർത്താവെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം അത്ഭുതത്തിൻ്റെ പകൽക്കാലമായി മാറട്ടെ. ഈ പകൽക്കാലം അനുഗ്രഹത്തിൻ്റെ പകൽക്കാലമായി മാറട്ടെ. ദൈവിക സന്തോഷം അനുഭവിക്കുന്ന പകൽക്കാലമായി മാറട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കരങ്ങളെ ഉയർത്തി യേശുവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. നമുക്ക് വേണ്ടി സ്വർഗീയ സുഖങ്ങളെ വെടിഞ്ഞ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി നിന്നാപാത്രമായി നമുക്ക് വേണ്ടി ഹല്ലേലൂയ കഷ്ടം സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുവിനെ കരമുയർത്തി പറ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ഈ വെള്ളിയാഴ്ച പ്രഭാതി പറഞ്ഞാട്ട് നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച കഷ്ടങ്ങൾക്കും പ്രയാസങ്ങൾക്കും വേദനകൾക്കും എല്ലാത്തിനും ഞങ്ങൾ ഈ പ്രഭാതി നന്ദി പറയും. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദി 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 നാഥ. താങ്ക് യു ജീസസ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇങ്ങനൊരു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ദാനമായി തന്നതിന് സ്തോത്രം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പല സമയങ്ങളിലായിരിക്കുമല്ലോ നിൻ്റെ കുഞ്ഞുങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നത്. ഓരോരുത്തരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. അവരുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിന്മേൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. പ്രത്യേകിച്ച് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ക്യാൻസറിനാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ആമേൻ, ഇന്ന് കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി അവരുടെ മേൽ വെളിപ്പെടണമേ. ആമേൻ. ദൈവശക്തി അവരുടെ മേൽ വ്യാപരിക്കണമേ. എല്ലാ ക്യാൻസർ സെല്ലുകളും യേശുവിൻ്റെ നാമത്തിൽ നിർജീവമായി പോകട്ടെ. ആരോഗ്യവും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ കൃപ നിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. നാളുകളായി ശ്വാസം മുട്ടലിനാൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ജോയിൻറ്റ് പെയിനുകളാൽ ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് കണ്ണിനകത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരുന്നു, കണ്ണിനകത്ത് ഇൻഫെക്ഷൻ വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവേ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കുന്നു. കർത്താവ് അവരെ ആശ്വസിപ്പിക്കണം, അവർക്ക് സമാധാനം കൊടുക്കണം. സാമ്പത്തികമായ ആവശ്യങ്ങളിൽ ദൈവിക ഇടപെടലുകളെ കർത്താവ് അയക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. ശുശ്രൂഷകരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഭകൾ വളരട്ടെ, ഉണർവുണ്ടാകട്ടെ. ദൈവസഭകൾ വളരട്ടെ. ഉണർവിലേക്ക് കർത്താവ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഉണർവിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സഭായോഗങ്ങൾ വലിയ ഉണർവിന് കാരണമായി തീരട്ടെ. വലിയ ഉണർവിന് യേശുവിൻ്റെ നാമത്തിൽ മിഡിൽ ഈസ്റ്റിലെ ആമേൻ സഭായോഗങ്ങൾ കാരണമായി തീരുന്നതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുക. അതിനെ ഞങ്ങൾ സ്തോത്രം ചെയ്യുക. കർത്താവ് മിഡിൽ ഈസ്റ്റിൽ വലിയൊരു ഉണർവിനായിട്ട് കാരണമാകണം. ഇന്നത്തെ നമ്മുടെ സഭായോഗവും അസാധാരണമായി തീരട്ടെ, മഹത്തരമായി തീരട്ടെ, ശ്രേഷ്ഠകരമായി തീരട്ടെ. വലിയ കാര്യങ്ങൾ ഇന്ന് കർത്താവ് നമ്മുടെ സഭായോഗത്തിൽ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു. സകല മഹത്വം പുകച്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ ആമേൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്നത്തെ പകൽക്കാലം കർത്താവ് ആയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം
8 മണിയോടുകൂടെ സഭായോഗം ആരംഭിക്കും. പ്രാർത്ഥിച്ച് ഒരുമിച്ച് പങ്കെടുക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെക്കുറിച്ചാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകും. എന്നിട്ട് പറഞ്ഞു ആത്മാവ് നിറഞ്ഞവരായി. അപ്പം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി ജീവിക്കണമെന്നാണ് ദൈവസഭയെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം എഴുതുമ്പോൾ ആദ്യത്തെ 3 അധ്യായങ്ങൾ ദൈവമക്കൾക്കുള്ള പദവി, ക്രിസ്തുവിൽ നമ്മൾ ആരായി, നമ്മുടെ ഐഡൻറ്റിറ്റിയൊക്കെ പഠിപ്പിച്ചിട്ട് 4-5 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റി, ഒരു ദൈവ പൈതൽ ഭൂമിയിൽ എങ്ങനെ ആയിരിക്കണം നമ്മുടെ സ്വഭാവം, രീതികളൊക്കെ പഠിപ്പിച്ചു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞവരായിരിക്കണം. നമുക്ക് എത്ര മനോഹരമായ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര വില കൂടിയ ഫോൺ ഉണ്ടെന്ന് പറഞ്ഞാലും, അതിന് ബാറ്ററിക്ക് ചാർജ് ഇല്ല എങ്കിൽ അത് യൂസ്ലെസ് ആണ്. അതുകൊണ്ട് ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. ഇതുപോലാണ് ആത്മനിറവില്ലാതെ നമ്മൾ എത്ര ബാഹ്യമായ പ്രകടനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയാലും ആത്മാവിൻ്റെ നിറവില്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനപ്പെടുവാൻ കഴിയത്തില്ല. ആത്മാവിൻ്റെ നിറവെന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മശക്തിയെ പകരുന്നു. എന്തിനു വേണ്ടി? ദൈവത്തിനിഷ്ടമാവണ്ണം ജീവിപ്പാൻ, ദൈവിക ദൗത്യങ്ങളെ പൂർത്തീകരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മശക്തി നമ്മുടെ മേൽ പകരപ്പെടുന്നതിനാണ് അഭിഷേകം എന്ന് പറയുന്നത്. അഭിഷേകം വന്നും പോയി നിൽക്കുന്നതാകരുത്. ആരാധനയുടെ മധ്യത്തിൽ മാത്രം ഉണ്ടാകുന്നതല്ല അഭിഷേകം, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്നതല്ല അഭിഷേകം. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ആത്മാവിൻ്റെ പ്രവൃത്തി എപ്പോഴും ഉണ്ടാകും. ഒരു മൊബൈൽ എങ്ങനെ ചാർജ് ആയിരിക്കുന്നോ അതുപോലെ തന്നെ ദൈവാത്മാവിനാൽ ഒരു ദൈവത്തിൻ്റെ പൈതൽ എപ്പോഴും നിറയപ്പെട്ടിരിക്കണം. എങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് എഫക്റ്റീവ് ആകുവാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഈ വ്യക്തി എന്ത് ചെയ്യും? ഈ വ്യക്തി പരാജയപ്പെട്ടു പോകും, എഫക്റ്റീവ് ആകാൻ കഴിയത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവിൽ നിറഞ്ഞ് ജീവിപ്പാൻ നമ്മളെപ്പോഴും ആഗ്രഹിക്കണം. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതായ പ്രധാനപ്പെട്ട കാര്യമാണ്, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതുകൊണ്ട്. ആക്ട്സ് 10:38, അപ്പോസ്തലപ്രവൃത്തി 10:32. അതുകൊണ്ടാണ് യേശു നന്മ ചെയ്തു, പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കി. അപ്പോൾ നന്മ ചെയ്യാനും ദൈവപ്രവൃത്തി ചെയ്യാനും എന്തു വേണമായിരുന്നു? ആത്മാവിൻ്റെ ശക്തി വേണം. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ ദൈവത്തിൻ്റെ മക്കളുടെ ഉള്ളിലെ വലിയൊരു മോഹമായിരിക്കണം, ആത്മാവിൽ നിറഞ്ഞെനിക്ക് ജീവിക്കണം, ആത്മനിറവിൽ എനിക്ക് മുന്നേറണം. വല്ലപ്പോഴും ഒരു നിറവല്ല, ഏതെങ്കിലും ഒരു മീറ്റിങ്ങിലുള്ള ഒരു നിറവല്ല, എപ്പോഴും ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്ന ഒരാത്മീക അനുഭവം ഒരു ദൈവ പൈതലിന് ഉണ്ടായെങ്കിൽ മാത്രമേ ആ ദൈവ പൈതലിന് മുന്നേറുവാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ എന്തു പറ്റും? നമുക്ക് ഒരുപക്ഷെ പേരുകൊണ്ട് വിശ്വാസിയാകാം, ഒരുപക്ഷെ നമ്മൾ ഇട്ടിരിക്കുന്ന ഉടുപ്പിൽ നമുക്ക് 2 വചനം എഴുതി വെക്കാം, നമ്മുടെ മൊബൈലിൽ നമുക്ക് വചനം കാണിക്കാം. പക്ഷേ മുന്നേറണമെങ്കിൽ ആത്മനിറവ് വേണം. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ധൈര്യത്തോടെ ജീവിക്കണമെങ്കിൽ, ആത്മശക്തിയോടെ ജീവിക്കണമെങ്കിൽ, ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിലൂടെ വെളിപ്പെടണമെങ്കിൽ ആത്മാവിൽ നിറഞ്ഞ് ജീവിച്ചെങ്കിലേ മാറ്റുകയുള്ളൂ. ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ദൈവ പൈതൽ ആത്മനിറവുള്ളവനാണോ അല്ലയോ എന്ന് അറിയുന്നത് അവനിൽ വെളിപ്പെടുന്ന ഫലം കണ്ട. യേശു പറഞ്ഞു, വൃക്ഷത്തെ തിരിച്ചറിയുന്നത് ഫലം കൊണ്ടാണ്. ഫലം എന്ത് ഫ്രൂട്ടാണോ ഉണ്ടാകുന്നത് ആ ഫ്രൂട്ട് കൊണ്ടാണ് വൃക്ഷം ഏതാണെന്ന് തിരിച്ചറിയുന്നത്. ഇതുപോലെ ദൈവമക്കളെ തിരിച്ചറിയേണ്ടത് നമ്മളിൽ വെളിപ്പെടുന്ന ദൈവിക ഫലങ്ങളെ കണ്ടുകൊണ്ടായിരിക്കണം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആത്മാവിൻ്റെ ഫലമോ ഇത് നമ്മളിൽ വെളിപ്പെടണം. നമ്മൾ ഇതില്ലാതിരിക്കാൻ പറ്റത്തില്ല. ഒരു മാവ് അത് ഏത് ദേശത്ത് കൊണ്ടുവച്ചാലും അത് കിളിച്ചു വളർന്നാൽ അത് മാങ്ങ തന്നെ കായ്ക്കത്തുള്ളൂ, അതിനൊരിക്കലും ചക്ക കായ്ക്കാൻ കഴിയത്തില്ല. ഇതുപോലെ ഒരു ആത്മനിറവുള്ള കുഞ്ഞ് വീട്ടിലായാലും സഭയിലായാലും വിദേശ രാജ്യത്തായാലും ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും അവനിൽ നിന്ന് വരേണ്ടത് ഒരേ ഫലം തന്നെയാണ്. ഫലം മാറിപ്പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ വീട്ടിൽ വെച്ചൊരു ഫലം, പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ വേറൊരു ഫലം, പുറത്തിറങ്ങുമ്പോൾ വേറൊരു ഫലം, അങ്ങനെ ഒരിക്കലും ഒരു ദൈവ പൈതലിന് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഫലം ഉണ്ടാകണമെങ്കിൽ ആത്മാവിൻ്റെ നിറവ് വേണം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ആത്മനിറവിൽ എനിക്ക് മുന്നേറുവാൻ പരിശുദ്ധാത്മാവെന്നെ സഹായിക്കണം. ആത്മശക്തിയിൽ എനിക്ക് ജീവിപ്പാൻ പരിശുദ്ധാത്മാവെന്നെ സഹായിക്കണം. ആത്മാവിൻ്റെ ഫലമുള്ള വ്യക്തിയായി മാറണം. നമ്മൾ വിശ്വാസിയാണെന്ന് പറഞ്ഞ് ഫലമില്ലാതിരുന്നിട്ട് കാര്യമില്ല. പലപ്പോഴും നമ്മൾ പറയും, ഈ മരത്തെ കണ്ടോ, ഈ ഒരു മരം വെച്ച് പിടിപ്പിച്ചു, ഒരു ഫലവുമില്ല, അതുകൊണ്ടൊരു ഗുണവുമില്ല. അങ്ങനെ നമ്മളെക്കുറിച്ച് പറയാൻ ഇടവരരുത്. നമ്മളെന്തുള്ളവരായിരിക്കണം? ആത്മാവിൻ്റെ ഫലം നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങളായിരിക്കും. സ്നേഹം, സന്തോഷം, സമാധാനം, സൗമ്യത, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, ഇന്ദ്രിയജയം, ഇത്
ഇതെല്ലാം ആരുടെ ജീവിതത്തിൽ ഉണ്ടാണ്? ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഉണ്ടാണ്. അതെവിടെയാണെങ്കിലും, വീടിനകത്താണെങ്കിലും സഭാഹോളിലാണെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും നമ്മളിൽ എന്തുണ്ടാകണം? ആത്മഫലം ഉണ്ടാകണം. അതിനെന്ത് വേണം? ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കണം, ആത്മശക്തിയിൽ ജീവിക്കണം. ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുമ്പോൾ, ആത്മശക്തിയിൽ ജീവിക്കുമ്പോൾ നമ്മളിൽ ആത്മാവിൻ്റെ ഫലം നിറഞ്ഞ് കവിയും. ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന നമ്മളെല്ലാവരും ഒരുമിച്ച് ആത്മാവിൽ നിറഞ്ഞ് ഫലം നിറഞ്ഞവരായി ഈ ഭൂമിയിലായി തീരുവാൻ കർത്താവ് നമ്മളെ ഇടവരുത്തട്ടെ. ആമേൻ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആമേൻ, ആത്മനിറവിൽ ഞങ്ങൾക്ക് ജീവിക്കണം. ആമേൻ. എപ്പോഴും ആത്മാവിൽ നിറഞ്ഞ് ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. ആമേൻ, ആമേൻ. ആത്മാവിൻ്റെ ശക്തിയിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അനേകർക്ക് അനുഗ്രഹമാക്കി ഞങ്ങളെ തീർക്കണം. ആമേൻ. ഇന്നത്തെ ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങളിൽ നിന്ന് ആമേൻ ആത്മാവിൻ്റെ ഫലം പുറപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കേണ്ട. കൈകൾ ഉയർത്തി പറ, അവൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞ കവി, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരികയും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുക, ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.